അപ്പോൾ നിങ്ങൾ കാണുന്ന വ്യക്തികളെല്ലാം വീണ്ടും ജനിച്ചവരായിരിക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കണ്ണു പോകുന്ന എങ്ങോട്ടേക്കാണെന്നറിയാമോ? വീണ്ടും ജനിച്ചവർ എന്ത് ചെയ്യണമെന്ന്? ഓൾറെഡി വീണ്ടും ജനിച്ചവർ നിങ്ങളുടെ ചുറ്റുമുണ്ട്, നിങ്ങളുടെ വീട്ടിലുള്ളവരുണ്ട്, ചുറ്റുമുണ്ട്. അവരെന്ത് ചെയ്യുന്നു അതനുസരിച്ച് ചെയ്യുവാനുള്ള താല്പര്യമാണ് നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നു? അവർ എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും അവര് ചർച്ചിൽ പോകുന്നു, അവിടെ പ്രസംഗം കേൾക്കുന്നു, തിരിച്ചു വരുമ്പോൾ പ്രസംഗത്തെക്കുറിച്ചുള്ള അഭിപ്രായം ആ ദേവദാസൻ പറഞ്ഞില്ലേ, നല്ലതും കുറവുകളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്യും. ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല. ചിലപ്പോൾ ആ പുസ്തകം ബൈബിള് കൊണ്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞായറാഴ്ച ആയിരിക്കും എടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മളുടെ മനസ്സിൽ എന്താണ് ദൈവവചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇതേപോലെ ചെല്ലുക, കേൾക്കുക, കടന്നു വരിക. പക്ഷേ എന്നാൽ നമ്മുടെ ബലഹീനത എന്താണെന്ന് നാം മനസ്സിലാക്കിയിട്ടില്ല. എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നാം മനസ്സിലാക്കിയില്ല. ഇത് നാം മനസ്സിലാക്കി നാം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നമുക്ക് മാറുവാൻ കഴിഞ്ഞേനെ. ആമേൻ, ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഞാനും നിങ്ങളൊരു ഉത്സാഹം നാം കഴിക്കുവാനായിട്ട് ഇടയാകണം. ആ ഒരു ഉത്സാഹം ഉണ്ടെങ്കിലേ നമുക്ക് വളരുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് ആ ദൈവരാജ്യം അവകാശമാക്കുവാൻ, ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ വചനത്തിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലായി, എനിക്കും ഞാനും നിങ്ങൾ വചനം കേൾക്കുന്നുണ്ട്, സത്യമാണ്. പക്ഷേ ഈ വചനത്തിന്റെ യഥാർത്ഥ പ്രയോജനം നമുക്ക് കടന്നു വരുന്നില്ല. യഥാർത്ഥ പ്രയോജനം കടന്നു വരുന്നില്ല. അതിന്റെ കടന്നു വരാത്തതിന്റെ കാരണം വചനം വ്യക്തമായിട്ട് പറഞ്ഞു, കേട്ട വചനം വിശ്വാസമായി മാറിയിട്ടില്ല. അതാണ് ആ വിഷയം വന്നിരിക്കുന്നത്. കേട്ട വചനം വിശ്വാസമായി മാറുന്നില്ല. എന്താ വിശ്വാസമായി മാറുക? അത് ജനത്തിനൊന്ന് എളുപ്പത്തിന് മനസ്സിലായ കാര്യം വളരെ എളുപ്പമാണ്. എന്താ വിശ്വാസമായി മാറുക എന്ന് പറഞ്ഞാൽ? വിശ്വാസമായി മാറുക എന്ന് പറഞ്ഞാൽ ഈ കേട്ട വചനം, നാം കേട്ട വചനം നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അത് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റായി മാറണം. ആമേൻ. കേട്ട വചനം നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നമ്മുടെ മൈൻഡ് സെറ്റായി മാറണം. ആമേൻ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മദർ ടങ്ക് മലയാളം. ആമേൻ. ഈ മദർ ടങ്ക് മലയാളം നിങ്ങൾ പറയുന്നത് ആലോചിച്ചിട്ടാണോ? ഇപ്പൊ ഞാൻ നിങ്ങളോട് എവിടെ പോകുന്നു, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ആലോചിക്കൂ? ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയോ? ഇല്ലേ? കാരണം നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇതിന്റെ അർത്ഥം ഈ പേര് നിങ്ങളുടെ മൈൻഡ് സെറ്റാ. മനസ്സിലാവുന്നുണ്ടോ? ഈ പേര് നിങ്ങളുടെ മൈൻഡ് സെറ്റാ. നിങ്ങൾ ചിന്തിച്ചാട്ടെ, ഒരു പൈതൽ, ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു 4 വയസ്സുള്ള പൈതൽ 4 ലാംഗ്വേജിൽ സംസാരിക്കും. 4 ലാംഗ്വേജിൽ സംസാരിക്കും. ഈ 4 വയസ്സുള്ള പൈതൽ 4 ലാംഗ്വേജിൽ മനോഹരമായിട്ട് എങ്ങനെ സംസാരിക്കുന്നു എന്ന് അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അതിന്റെ തുടർന്നുള്ള സംഭവം ഇങ്ങനെയാണ് മനസ്സിലായത്. ഈ കുഞ്ഞ് ആ വീട്ടിൽ ജനിച്ചപ്പോൾ ആ അപ്പനും അമ്മയ്ക്കും 2 ടൈപ്പ് ലാംഗ്വേജുകൾ അറിയാം. എന്നാൽ തുടർന്ന് ആ കുഞ്ഞ് കടന്നുപോയ ഡേ കെയറിലോ മറ്റേതോ സാഹചര്യത്തില് ആ കുഞ്ഞിനെ വേറെ 2 ലാംഗ്വേജ് കൂടി കേൾക്കുവാനിടയായി. അപ്പോൾ ഈ 4 വയസ്സ് കടന്നു വരുന്ന സമയത്ത് ഈ കുഞ്ഞ് തന്റെ ചെവിയിലൂടെയും കണ്ണിലൂടെയും കേൾക്കുന്നതും കാണുന്നതും ഈ പുതിയ താൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഈ 4 ലാംഗ്വേജുകളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ 4 ലാംഗ്വേജുകൾ താൻ സ്ഥിരം കേൾക്കുവാൻ തുടങ്ങിയപ്പോൾ ഈ ലാംഗ്വേജുകൾ തന്റെ ഹൃദയത്തിന്റെ അകത്ത് അവന്റെ മൈൻഡ് സെറ്റായി മാറി. ആമേൻ. ആ പൈതലിനെ ആരും ലാംഗ്വേജ് പഠിപ്പിക്കാൻ പോയില്ല. വളരെ മനോഹരമായി 4 ലാംഗ്വേജിലും ആ പൈതൽ സംസാരിക്കുവാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ തന്നെ ദൈവം സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നമ്മുടെ മൈൻഡ് സെറ്റായി തീരണോ. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആമേൻ. കാണപ്പെടാത്ത ദൈവം പറയുന്ന വാക്കുകൾ, ആമേൻ, അതിന്റെ ഉറപ്പായിട്ടുള്ള അടിസ്ഥാനം നമ്മുടെ ഉള്ളിൽ വേണം. ആമേൻ. ഇങ്ങനെ വിശ്വാസമായിട്ട് കടന്നു വരണം. നാം ചിന്തിക്കുന്ന വിശ്വാസവും നാം പഠിച്ച വിശ്വാസവും ബൈബിളിൽ പറഞ്ഞ വിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ട്. നാം കേട്ടിരിക്കുന്നത് വിശ്വാസം എങ്ങനെ വരുന്നു? കേൾവിയാൽ വരുന്നു. അതുകൊണ്ട് നാം ഒരിക്കൽ ഒരു വചനം കേട്ടു, അതിലൂടെ വിശ്വാസം വന്നു എന്ന് പറഞ്ഞ് നാം ഇരിക്കുകയാ. പക്ഷെ നമ്മളുടെ പ്രവൃത്തിയില് നാം നോക്കുമ്പോൾ അതിൽ പ്രവർത്തിക്കുവാൻ തക്കുള്ള വിശ്വാസം കാണുന്നില്ല.
മനസ്സിലാവുന്നുണ്ടോ? കാരണം സത്യമാണ്, വചനത്തിലൂടെ വിശ്വാസം വരുന്നു. കേട്ടപ്പോൾ വിശ്വാസം വന്നു. പക്ഷേ വിശ്വാസം വന്നത് ഞാനും നിങ്ങളും മനസ്സിലാക്കിയതുപോലെ ഏറ്റവും ഉയർന്ന രാജ്യമായ ദൈവരാജ്യത്തിലെ ദൈവത്തിൽ നിന്നാണ് വിശ്വാസം വന്നത്. പക്ഷെ വിശ്വാസം വന്നതിന് ശേഷം, അത് റിസീവ് ചെയ്തതിനു ശേഷം ഞാനും നിങ്ങളും ജീവിക്കുന്നത് എവിടെയാ? ലോകത്തിലാ. പിശാച് ഭരിക്കുന്ന ലോകത്തിലാ ജീവിക്കുന്നത്. ഈ ലോകത്തിൽ ഞാനും നിങ്ങൾ ഓരോ നിമിഷവും ജീവിക്കും തോറും മനസ്സിലാക്കുക, ഞാനും നിങ്ങൾ ഓട്ടയുള്ള ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് ജീവിക്കുന്നത് പോലെയാണ്. ഓട്ടയുള്ള ഒരു കുടത്തിലേക്ക്, ഒരു ഹോളുള്ള ഒരു കുടത്തിൽ വെള്ളം നിറച്ചതിന് ശേഷം നാം ഈ ലോകം നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറച്ച് സമയത്തിനുള്ളിൽ ആ കുടം കാലിയാകും, അതിലെ വെള്ളം ഒലിച്ചു പോകും. ഇതേപോലെയാണ് ദൈവവചനം കേട്ടതിന് ശേഷം നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ദൈവവചനം കേൾക്കുമ്പോൾ ആ ഹോളിൽ ഇരുന്ന് ഭയങ്കര വിശ്വാസമാണ്. ഇപ്പോൾ ഞാൻ എല്ലാം കീഴടക്കുമെന്ന് ചിലരൊക്കെ ചിന്തിക്കും. പക്ഷെ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയും തോറും അത് കുറഞ്ഞ് പിന്നെ പറയും, വേണോ, ശരിയാവുമോ, നടക്കുവോ? കാരണം കാര്യം കുറഞ്ഞുകൊണ്ടേയിരിക്കുക. കാരണം എന്തുവാ? ഞാൻ നിങ്ങളും ജീവിക്കുന്ന അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വിശ്വാസം നിലനിൽക്കുന്ന അറ്റ്മോസ്ഫിയർ അല്ല. നിങ്ങൾ ചിന്തിച്ചേ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഫ്രീസറിൽ നിന്ന് ഒരൽപ്പം ഐസ് എടുത്ത് നിങ്ങൾക്ക് ഒരു 4 മണിക്കൂർ യാത്രയുണ്ട്. ഈ 4 മണിക്കൂർ യാത്രയിൽ ഈ ഐസും കൊണ്ട് നിങ്ങൾ കടന്നു പോവുകയാ. ആ 4 മണിക്കൂർ ചെന്നതിന് ശേഷം നിങ്ങൾ അവിടെ ചെന്ന് ഈ ഐസ് എടുക്കുമ്പോഴേ എങ്ങനെയാ കാണുന്നേ? അത് വെള്ളമായിട്ടേ കാണുകയുള്ളൂ. ഇതേപോലെയാണ് നമ്മൾ ഈ ലോകത്ത് നാം ഈ കേൾക്കുന്ന ദൈവവചനം. അപ്പോൾ അതിന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണ ശക്തിയോടെ നമുക്ക് ലഭിക്കുമെങ്കിലും തുടർന്ന് നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇത് ചോർന്നുകൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് നിങ്ങൾ തിയറിയുമായിട്ടല്ല കമ്പയർ ചെയ്യേണ്ട, നിങ്ങളുടെ പ്രാക്ടിക്കൽ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യുക. എന്നാൽ ഈ സമയത്ത് നമ്മളുടെ ഭാഗത്ത് നിന്ന് ചില എഫേർട്സ്, ചില കാര്യങ്ങൾ, ചില ഉത്സാഹം നാം കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെ നമുക്ക് നിലനിർത്തണമെങ്കിൽ മാത്രമേ ഈ ആത്മീയ ജീവിതം നമുക്ക് വിജയകരമായിട്ട് കടന്നു പോവുകയുള്ളൂ. നമ്മള് മലയാളം ബൈബിളിൽ ആ വാക്യം വായിക്കുമ്പോൾ റോമൻസ് 10:17 വിശ്വാസം എങ്ങനെ വരുന്നു എന്ന് നമുക്ക് കാണാം. റോമൻസ് 10:17 വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എന്നാൽ അതിനെ കുറച്ചും കൂടി വിവരിച്ച് എഴുതിയിരിക്കുന്ന ആംപ്ലിഫൈഡ് ബൈബിളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസം കേൾവിയാൽ എന്ന് പറയുന്ന ആ ഭാഗത്ത് നമുക്ക് എങ്ങനെയുള്ള കേൾവിയാണ് നമുക്ക് മനസ്സിലാകും. വിശ്വാസം So faith comes by hearing. In ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുകയാണ് what is told. And what is heard comes by preaching. In ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുകയാണ് of the message that came from the lips of Christ, the Messiah himself. അപ്പോൾ പ്രിയ ദൈവത്തിന് ജനമേ, മറ്റൊരു ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, വിശ്വാസം വരുന്നത് കേൾവിയാലാണ്. ഈ കേൾവി എന്ന് പറയുന്നത് ഇസ് എ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസാ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസാ. ഒരു പ്രാവശ്യം ഈ വചനം പറഞ്ഞു. ഈ വചനം പറഞ്ഞതിന് ശേഷം അവിടം കൊണ്ട് നാം അവസാനിക്കരുത്. അവിടം കൊണ്ട് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം പ്രാവർത്തനത്തിലേക്ക് വരികയില്ല. പകരം നാം ഈ കേട്ട വചനം കേട്ടുകൊണ്ടേയിരിക്കണം. കേട്ട വചനം കേട്ടുകൊണ്ടേയിരിക്കണം. എന്തുകൊണ്ടാണ് നാം കേട്ടുകൊണ്ടേയിരിക്കുന്നത്? കാരണം ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് ദൈവവചനത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലം അല്ല. പകരം ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഈ ലോകം ദൈവവചനത്തിന്റെ ശക്തിയെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കാരണം കേട്ട വചനം വിശ്വാസമായി മാറാത്തത് കൊണ്ട് ഇതവർക്ക് പ്രയോജനകരമായി തീർന്നില്ല. അപ്പോൾ വിശ്വാസം വരുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിലാണ്. കേട്ട വചനമാണ്, പക്ഷെ ആ വന്ന വചനം നാം കേട്ടുകൊണ്ടേയിരിക്കണം. കേട്ടുകൊണ്ടേയിരിക്കുമ്പോഴാണ് ആ വിശ്വാസം നമ്മൾ നിലനിൽക്കുന്നത്. ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുവാൻ നമ്മളുടെ ജീവിതത്തിൽ നാം ചിലതെല്ലാം ചെയ്യേണ്ടത് ആവശ്യമാണ്. ആമേൻ. നമുക്ക് ഇതൊരു തിയറി ക്രിസ്ത്യാനി ആയിട്ടല്ല പോകേണ്ടത്, പ്രാക്ടിക്കൽ ക്രിസ്ത്യാനി ആയിട്ടാണ് നമുക്ക് പോകേണ്ടത്.
അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നാം ചിലത് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, മനസ്സിലാക്കുക, ആ ഉത്സാഹം നമ്മൾ കാണിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതം ജയകരമായിട്ട് മുന്നോട്ടേക്ക് പോവുകയുള്ളൂ. ഇതിന്റെ തുടക്കം തന്നെ ഇത് പറഞ്ഞു മനസ്സിലാക്കിയത് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവം അബ്രഹാത്തിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുവാൻ പോവുകയാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കേട്ടു. പക്ഷേ ദൈവത്തിന് മനസ്സിലായി, അബ്രഹാം ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് ഞാൻ കേട്ടതിനെ നിലനിർത്തുന്ന, സപ്പോർട്ട് ചെയ്യിപ്പിക്കുന്ന ലോകമല്ല, പകരം ആ സീഡിനെ നശിപ്പിക്കുന്ന ലോകമാണ്. വചനം കേട്ട ഉടനെ ആര് വരും? പിശാച് വരും. ഏതെല്ലാം രീതിയിലും നാം കേട്ട ആ വിത്തിനെ നശിപ്പിക്കുവാനാണ് പിശാചിന്റെ ചിന്ത, അവന്റെ പ്രവർത്തനം. കാരണം അവനറിയാം ആ വിത്തിന്റെ ഉള്ളിൽ വിശ്വാസത്തിന്റെ ശക്തി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ദൈവം തുടർന്ന് അബ്രഹാത്തിന് ഒരു കാര്യം മനസ്സിലാക്കി കൊടുത്തു. നീ കേട്ട, ഞാൻ നിന്നോട് പറഞ്ഞ ഈ വചനം നീ വീണ്ടും വീണ്ടും കേൾക്കണം. വീണ്ടും വീണ്ടും കേട്ടെങ്കിൽ മാത്രമേ നിനക്കതിൽ ബലപ്പെടുവാൻ കഴിയുള്ളൂ. കാരണം നിന്റെ ചുറ്റുമുള്ള സാഹചര്യം മുഴുവൻ നീ കേട്ട ഈ വചനത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യമായിരിക്കും. നീ 1 വർഷം കാത്തു, നിനക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല, നിന്റെ ഭാര്യ വയസ്സായിക്കൊണ്ടേയിരിക്കുന്നു, നീയും വയസ്സായിക്കൊണ്ടേയിരിക്കുന്നു, നിന്റെ പ്രത്യുൽപാദന ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, നീ കാണുമ്പോൾ സകലതും നിനക്ക് എതിരായിട്ട് കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നീ കടന്നു വരുമ്പോൾ നിന്റെ വിശ്വാസം ചോർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിന്റെ വിശ്വാസം ചോർന്നു പോകാതിരിക്കുവാൻ, ഞാൻ നിന്നോട് പറഞ്ഞ വചനം നീ മറന്നു പോകാതിരിക്കുവാൻ നിന്റെ ഭാഗത്ത് ചില പ്രവർത്തനം ഉണ്ടാകണം. അതിനുവേണ്ടി നീ എന്ത് ചെയ്യണം? പിതാവ് എബ്രഹാമിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, നീ ആകാശത്തിലോട്ട് നോക്ക്. നീ ആകാശത്തിലോട്ട് നോക്കിയിട്ട് നക്ഷത്രങ്ങൾ, നിറയെ നക്ഷത്രങ്ങൾ ആകാശത്ത് മനോഹരമായി മിന്നി വിളങ്ങുകയാണ്. എന്നിട്ട് പറഞ്ഞു, അതിനെ എണ്ണാൻ പറ്റുമെങ്കിൽ നീ എണ്ണി നോക്ക്. പ്രിയരെ, അപ്പോൾ അവിടെ സംഭവിക്കുന്ന എന്നാന്നറിയാമോ? അവിടെ ആകാശത്തിലോട്ട് നോക്കി പറയുകയാണ്, ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്, ഞാൻ തരുവാൻ പോവുകയാണ്. അപ്പോൾ തുടർന്ന് ദൈവം തന്നെ, അബ്രഹാമത്തിന് അറിവില്ലാത്തത് കൊണ്ട് ദൈവം തന്നെ ഒരു ക്രമീകരണം അബ്രഹാത്തിന് പറഞ്ഞു കൊടുത്തു. എങ്ങനെയാണ്? ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കാൻ പോവുകയാ. പക്ഷേ ആ കേട്ടത് ഈ ചുറ്റുപാടുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും വരുമ്പോൾ നീ മറന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഞാൻ നിന്നോട് പറഞ്ഞ വചനം നീ കേട്ടുകൊണ്ടേയിരിക്കണം. നീ കേട്ടുകൊണ്ടേയിരിക്കണം. എങ്ങനെ നിനക്ക് കേൾക്കാൻ പറ്റോ? നീ ഓരോ നിമിഷവും നിന്റെ പ്രശ്നങ്ങളും വിഷയങ്ങളും വരുമ്പോൾ, നീ എപ്പോഴും നീ മുകളിലോട്ട് നോക്കുമ്പോൾ, നീ വീടിന്റെ കൂടാരത്തിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നിനക്ക് പിന്നെ വേറൊന്നും കാണാനില്ല. നീ കാണുന്നത് ആകാശമാ. നീ ആകാശത്തിലോട്ട് നോക്കുമ്പോൾ നിറയെ നക്ഷത്രമാ. ഈ നക്ഷത്രങ്ങളെ കാണുമ്പോൾ നീ ഉടനെ ഓർക്കുവാൻ തുടങ്ങും, നിന്റെ ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം ഓർക്കുവാൻ തുടങ്ങും. അപ്പോൾ നീ എന്താ കേൾക്കുന്നത്? നീ വചനം കേൾക്കുകയാ. ഓരോ പ്രാവശ്യവും നീ കേൾക്കുമ്പോൾ എന്താ നിന്റെ അകത്തേക്ക് വരുന്നത്? വിശ്വാസം വരികയാ. വിശ്വാസം കേൾവിയാൽ വരുന്നു. എന്തിന്റെ കേൾവിയാൽ? ദൈവവചനത്തിന്റെ കേൾവിയാൽ. അപ്പോൾ ഈ ഓരോ പ്രാവശ്യം നീ ഇത് കാണുമ്പോൾ നീ വചനം വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കുക. നിന്റെ വിശ്വാസം നിറയുക. പക്ഷെ നീ ലോകത്ത് നടക്കുമ്പോൾ നിന്നിൽ നിന്ന് വിശ്വാസം കുറയുന്നുണ്ട്. പക്ഷെ നീ ഇത് കാണുമ്പോൾ ഈ സന്ദേശം നിന്നിൽ വിശ്വാസം കൂട്ടിക്കൊണ്ടേയിരിക്കുകയാ. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അപ്പോൾ നമ്മുടെ ഭാഗത്ത് ചില ഉത്സാഹം ആവശ്യമാണ്. ദൈവം പറയാനുള്ളത് പറഞ്ഞു, ചെയ്യാനുള്ളത് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളിൽ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് വിശ്വാസത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ലോകമാ. അതുകൊണ്ട് തളർന്നു പോകരുത്. നമ്മുടെ ഭാഗത്ത് ചില ബലപ്രയോഗങ്ങൾ ആവശ്യമാണ്. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ചില ടിപ്പുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്ങനെയാണ് നമ്മുടെ ഭാഗത്ത് ചില ബലപ്രയോഗങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞ് ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ വെളിപ്പെടുത്തി തന്നത് നിങ്ങൾ ഒരു പേപ്പറിൽ വരയ്ക്കണം. ഈ പേപ്പറിൽ വരച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബോർഡ് ഉണ്ടെങ്കിൽ, ബോർഡ് അതായത് നോട്ടീസ് ബോർഡ് അല്ലെങ്കിൽ സ്കൂളിൽ ഉപയോഗിക്കുന്ന ബോർഡ് ഉണ്ടെങ്കിൽ ആ ബോർഡുകൾ 2 ആണി വാങ്ങിച്ച് നിങ്ങൾ അതിനെ പിൻ ചെയ്ത് വെക്കണം. അതിനെ തുടർന്ന് എന്ത് ചെയ്യണം? ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആ ബോർഡിൽ നിങ്ങൾ വരയ്ക്കണം. ആ ബോർഡിൽ നിങ്ങൾ വരച്ചിട്ട് നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് വേണം വയ്ക്കുവാൻ. ദിവസവും നിങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സ്ഥലത്ത് അത് പിൻ ചെയ്ത് പിടിപ്പിക്കണം. തുടർന്ന് നിങ്ങളോട് ദൈവം പറഞ്ഞ കാര്യം നിങ്ങൾ ലോകത്തിൻ്റെതായ ട്രാൻസാക്ഷനുകളുടെ ഇടയിൽ, ലോകത്തിൻ്റെതായ ഓട്ടങ്ങളുടെ ഇടയിലൊക്കെ മറന്നുപോകും. പക്ഷേ നിങ്ങൾ സ്ഥിരം ഇരിക്കുന്ന ഈ സ്ഥലത്ത് ഈ ഒരു പിക്ചർ നിങ്ങൾ കാണുമ്പോൾ ഈ പിക്ചർ നിങ്ങളോട് സ്ഥിരം സംസാരിച്ചു
സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഈ പിക്ചർ നിങ്ങളോട് ദൈവവചനം സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളുടെ അകത്തേക്ക് എന്താ വരുന്നത്? നിങ്ങളുടെ അകത്തേക്ക് വിശ്വാസം വന്നുകൊണ്ടേയിരിക്കും.